ഇതുകൂടി എടുത്തോണ്ട് പോകും. ഹായ്, ഞാൻ നിങ്ങളുടെ രമചേച്ചി ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ശംഖ് പെരട്ടാണ്. എന്നുവെച്ചാൽ ശംഖ് പെരട്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആവശ്യപ്പെടുന്നു ശംഖ് പെരട്ടിടണം, ശംഖ് തോര ഇടണം, ശംഖ് തീയൽ വെക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനതൊക്കെ ആദ്യം ഒന്ന് ശംഖ് തീയൽ ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്. ഇപ്പം അടുത്ത് പിന്നെ ഞാനിന് ശംഖ് പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചെയ്യാം. ശംഖ് തല്ലി തോട് കളഞ്ഞിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതൊരു 15 ശംഖാണ്. ചെറുതായിട്ട് ചതച്ച് ഇതിൻ്റെ ഈ കരള് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് ചതച്ചെടുത്തില്ലെങ്കിൽ അതെല്ലാം പോകും. അതിന് ഞങ്ങൾ കരളെന്നും പറയും, മെഴുകെന്നും പറയും. ഈ കാണുന്നത് നല്ല ടേസ്റ്റാണ്. അത് ഇതിൻ്റെ കൂടെ ഇട്ടൊക്കെ വേവിക്കണം. ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി വേവുള്ളതുകൊണ്ടാണ്. ഇത്രയും വെള്ളം മതി. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് തിളയ്ക്കണ സമയത്ത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി വെച്ച് അടച്ചു വയ്ക്കാം. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇഞ്ചി ചതച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലല്ല വെളുത്തുള്ളിയും കൂടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്, ലേശം ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 2 ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വലിയ പച്ചമുളകാണ്. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില. ഇനി ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ഉരുളി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാളയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കണ്ടേ, അതിന് കണക്കാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അല്പം വെളിച്ചീരകം ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്ത് എന്നിട്ട് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഇട്ടു നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു തക്കാളിയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കണം, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടിച്ചത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കഴിച്ചിട്ടുള്ളതാണ്.
ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു 2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം. അതുപോലെ മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ശംഖ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ശംഖാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയെല്ലാം കുറച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ നിറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മസാല എല്ലാം വെന്ത് അതിന് ചേർന്നല്ല, കുറച്ച് മതി. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഉപ്പൊടി ചേർക്കണം. ഇതിൻ്റെ ഈർപ്പം മുഴുവനും വറ്റണം. അത് കണക്കാക്കി നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇളകി വരണം. നല്ലതുപോലെ വരണ്ട് വരണം. എന്നുവെച്ചാൽ നമ്മൾ ബീഫൊക്കെ നമ്മൾ പുരട്ടി നല്ല റോസ്റ്റായിട്ട് എടുക്കില്ലേ, അതുപോലെ ഇത് വരണം. ചെറിയ തീയിലിരുന്ന് ആ ഇട്ട പൊടിയെല്ലാം വെന്ത് ചേർന്ന് വരണം. ഇതിപ്പോൾ നല്ലപോലെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. റെസിപ്പി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിച്ചതിന് ശേഷം എനിക്ക് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ